നേരം ത്രിസന്ധ്യ കഴിഞ്ഞിരിക്കുന്നു. എല്ലാവരും നല്ല മയക്കത്തിലാണ്. കുറെ നാളുകളായി ഇങ്ങനെ ഒരു ഒത്തുകൂടൽ. അതിന്റെ ഒരു ആവേശത്തിൽ ഞങ്ങൾ എല്ലാവരും അന്ന് നല്ലപോലെ ആർമാദിച്ചു. വെള്ളച്ചാട്ടത്തിൽ ആർത്തുല്ലസിച്ചതുകൊണ്ട് എല്ലാവരും നല്ല ക്ഷീണിതരാണ്. നികിത മാത്രം കാറിന്റെ സൈഡ് സീറ്റിലിരുന്ന് കാഴ്ചകൾ കാണുന്നുണ്ട്. ഏറെ ദൂരം സഞ്ചരിക്കാനുള്ളതിനാൽ ക്ഷീണം അടക്കി വെച്ച് ഡ്രൈവിംഗ് ധർമ്മം ഞാൻ ഏറ്റെടുത്തു. ഞങ്ങൾ 5 പേരും ചെറുപ്പകാലം മുതലുള്ള കൂട്ടാണ്. ഞാൻ, മിഥുൻ, മനു, അഞ്ജന, നിഖിത. നേരം ഇരുട്ടി തുടങ്ങി. വണ്ടി ഒരു മരത്തിന് ചുവടെ ഒതുക്കിയിട്ട് ഞാൻ വണ്ടിയുടെ ഡിക്കി തുറന്ന് വെള്ളം നിറച്ച ക്യാൻ പുറത്തെടുത്ത് മുഖം കഴുകി. അന്ന് രാത്രി തന്നെ ഞങ്ങൾക്ക് വയനാട് ഓടിയെത്തേണ്ടതാണ്. അങ്ങനെ ഞാൻ തിരിച്ച് കാറിലേക്ക് കയറാൻ ഒരുങ്ങി. വെള്ളം നിറച്ചിരുന്ന ക്യാൻ കാലിയായതിനാൽ അത് നിറച്ചു വെക്കാൻ ഞാൻ തീരുമാനിച്ചു. ഇനി അങ്ങോട്ട് ഫോറസ്റ്റ് ഏരിയ ആയതിനാൽ കടകളും കച്ചവടക്കാരും കുറവായിരിക്കും. അപ്പോഴേക്കും നികിതയും അഞ്ജനയും കാറിന് പുറത്തിറങ്ങി. ഒരു കാട്ടരുവിയുടെ ശബ്ദം ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. എന്നാൽ പിന്നെ അതിൽ നിന്നും വെള്ളമെടുക്കാമെന്ന് കരുതി ഞങ്ങൾ കാടിനുള്ളിലേക്ക് നടന്നു കയറി. കാടിന് ഇടതുവശത്തായി തെളിനീർ അരുവി ഒഴുകുന്നു. ഞങ്ങൾ അരുവിയിൽ ഇറങ്ങി കൈകാലുകൾ കഴുകി ക്യാനിൽ വെള്ളം നിറച്ചു. നികിതയും അഞ്ജനയും അരുവിയിൽ നിന്നും കയറാൻ കൂട്ടാക്കാത്ത മട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളം തെറിപ്പിക്കാൻ തുടങ്ങി. അരുവിയിൽ നിന്നും 10 മീറ്റർ അകലെയാണ് കാർ പാർക്ക് ചെയ്തിരിക്കുന്നത്. ഞാൻ കാറിൽ ഉണ്ടാകും എന്ന് പറഞ്ഞ് തിരിച്ചു നടന്നു. ഞാൻ കാർ എത്തുന്നതിന് മുമ്പ് തന്നെ അഞ്ജനയുടെ നിലവിളി ശബ്ദം കേട്ടു. കരച്ചിൽ കേട്ട് മനുവും മിഥുനും പുറത്തിറങ്ങി. ഞങ്ങൾ അരുവി ഭാഗത്തേക്ക് ഓടിച്ചെന്ന് നോക്കിയപ്പോൾ അഞ്ജനയുടെ കാലിൽ നിന്നും രക്തമൊഴുകുന്നു. മൊബൈൽ വെളിച്ചത്തിൽ അതൊരു കുപ്പിച്ചില്ലാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഞാൻ പതുക്കെ അഞ്ജനയുടെ കാലിൽ തറച്ച ചില്ല് വലിച്ചൂരി. രക്തം വാർന്നൊഴുകുന്നുണ്ടായിരുന്നു. സ്റ്റിച്ച് ഇടാനുള്ള മുറിവുണ്ടെന്ന് മിഥുൻ പറഞ്ഞു. ഫോറസ്റ്റ് ഏരിയ ആയതിനാൽ അവിടെ ഫസ്റ്റ് എയ്ഡ് പോലും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കമ്മ്യൂണിസ്റ്റ് പച്ചയിൽ കാര്യം നിൽക്കില്ല എന്ന് കണ്ടപ്പോൾ ഞങ്ങൾക്കാകെ വെപ്രാളമായി. അങ്ങനെ ഇരിക്കെയാണ് കാടിന് ഇടതുഭാഗത്തായി വെളിച്ചം കണ്ടത്. കാടിനുള്ളിൽ വീടോ? ഞങ്ങൾക്ക് സംശയം തോന്നി. നമുക്ക് ചെന്ന് ഒരു സഹായം ചോദിച്ചാലോ എന്ന് മനു പറഞ്ഞു. അങ്ങനെ അഞ്ജനയ്ക്ക് കൂട്ടിന് മിഥുനെ നിർത്തിക്കൊണ്ട് ഞങ്ങൾ വെളിച്ചത്തിനടുത്തേക്ക് നടന്നു നീങ്ങി. ഒരു 200 മീറ്ററോളം ഞങ്ങൾ നടന്നു. നേരം വല്ലാതെ ഇരുട്ടിയിരിക്കുന്നു. കിളികളെല്ലാം ചേക്കേറി. ചീവീടിന്റെ ആരവം കാടാകെ നിറഞ്ഞു. ഞങ്ങൾ മുന്നോട്ട് നടന്നു നീങ്ങി. ഒടുവിൽ ലക്ഷ്യസ്ഥാനത്തെത്തി. ഉൾക്കാട്ടിനുള്ളിൽ ഒരു ചെറിയ കോട്ട. ഞങ്ങൾ മൂവരും അന്താളിപ്പോടെ ചുറ്റും നോക്കി. ആളനക്കമില്ലാത്തൊരിടം, എന്നാൽ മനുഷ്യ സഞ്ചാരമുള്ള വഴിയും പ്രദേശവും പോലെ ഉണ്ടായിരുന്നു. ഞങ്ങൾ കോട്ടയ്ക്ക് തെക്ക് ഭാഗത്തേക്കായി നടന്നു. അവിടെ ഒരു കുളം മൊബൈൽ വെളിച്ചത്തിൽ ഞങ്ങൾ കണ്ടു. ഞങ്ങൾ അവിടെ നിന്നും ഉച്ചത്തിൽ വിളിച്ചു, ഇവിടെ ആരെങ്കിലും ഉണ്ടോ? അപ്പോഴേക്കും ഒരു കരച്ചിൽ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. ചെന്ന് നോക്കിയപ്പോൾ ഒരു ചാക്ക് കെട്ടിൽ എന്തോ ഒന്ന് അനങ്ങുന്നത് ഞങ്ങൾ കണ്ടു. ഞങ്ങൾ പരസ്പരം ഭയത്തോടെ നോക്കി. എന്തായാലും അത് തുറന്നു നോക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. മനസ്സില്ലാ മനസ്സോടെ ഞങ്ങൾ ആ ചാക്കിന്റെ കെട്ടഴിച്ചു. ഒരാട്ടിൻകുട്ടിയായിരുന്നു അതിൽ. കെട്ടഴിച്ച പാടെ അത് കാടിനുള്ളിലേക്ക് ഓടിമറഞ്ഞു. അങ്ങനെ ഞങ്ങൾ മൂവരും കോട്ട ചുറ്റിനും നടക്കാൻ തുടങ്ങി. പടിഞ്ഞാറ് ഭാഗത്ത് ആഞ്ഞിലിയോട് ചേർന്ന് കുറെ ചെമ്പട്ടുകൾ തൂങ്ങിക്കിടക്കുന്നതും കഠിനമായ ദുർഗന്ധവും ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു. മുന്നോട്ട് നടന്നു നീങ്ങിയപ്പോൾ ഒരു കിളിവാതിൽ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. വാ, നമുക്ക് അകത്ത് കയറി നോക്കാം. ആരെങ്കിലും അകത്ത് കാണാതിരിക്കില്ല, നികിത പറഞ്ഞു. കൂടുതൽ ചിന്തയ്ക്ക് വഴിപ്പെടാതെ ഞങ്ങൾ മൂവരും കിളിവാതിലിലൂടെ അകത്തേക്ക് പ്രവേശിച്ചു. തികച്ചും അവിസ്മരണീയമായ കാഴ്ചകളായിരുന്നു ഞങ്ങൾ അവിടെ കണ്ടത്. സൂര്യാസ്തമയ കിരണങ്ങൾ പോലെ സ്വർണ്ണ നിറത്തിൽ കത്തിജ്വലിക്കുന്ന തീപ്പന്തങ്ങൾ, ഈർപ്പമുള്ള ചുവരിൽ എണ്ണമയത്താൽ മൂടപ്പെട്ട വൈവിധ്യമാർന്ന ചിത്രമെഴുത്തുകളും മന്ത്രങ്ങളും. ഞങ്ങൾ പതുക്കെ അകത്തേക്ക് നടന്നു നീങ്ങി. തികച്ചും വൃത്താകൃതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ചെങ്കല്ലുകൊണ്ടൊരു കോട്ട. വായുസഞ്ചാരം തീരെയില്ലാത്ത നിർമ്മാണ രീതി. കോട്ടയ്ക്ക് നടുഭാഗത്തായി ഗുരുതിക്കുളം. മാറാലകളും ചിലന്തി വലയും അസഹനീയമായ ദുർഗന്ധവും ഞങ്ങളെ അസ്വസ്ഥരാക്കി. കോട്ടയ്ക്ക് ഇരുവശങ്ങളിലും ആണിയടിച്ച പാവകളും രൂപശില്പങ്ങളും തൂങ്ങിക്കിടക്കുന്നു. കോട്ട വൃത്താകൃതിയായതിനാൽ അതിനുള്ളിലൂടെയുള്ള നടപ്പും ഞങ്ങൾക്ക് അസ്വസ്ഥതയുണ്ടാക്കി. ഇത് എന്തോ ഒരു ദുർമന്ത്രവാദം നടക്കുന്ന സ്ഥലമാണ്. ഇവിടെ മാത്രം ശരിയല്ല. വാ, നമുക്ക് തിരിച്ചു പോകാം, ഞാൻ പറഞ്ഞു. ഏറെ അസ്വസ്ഥരായിരിക്കുന്ന നികിതയും മനുവും കേട്ടപാടെ പുറത്തിറങ്ങാൻ തയ്യാറായി. അങ്ങനെ ഞങ്ങൾ പിന്തിരിഞ്ഞ് നടക്കാൻ തുടങ്ങി. ഒരു 3/4 നാഴികയായി. എത്ര നടന്നിട്ടും ഞങ്ങൾ അകത്ത് പ്രവേശിച്ച് കിളിവാതിൽ കാണുന്നില്ല. കോട്ട വൃത്താകൃതിയിലായതിനാൽ ഏറെ അറകളോ മുറികളോ ഒന്നും തന്നെ അതിലില്ലായിരുന്നു. നേരം വൈകുന്തോറും ഞങ്ങൾക്ക് ശ്വാസതടസ്സം അനുഭവപ്പെട്ടുകൊണ്ടിരുന്നു. ഞങ്ങളുടെ ചുണ്ടുകൾ വരളാൻ തുടങ്ങി. ഒരടി മുന്നോട്ട് വയ്ക്കാൻ പറ്റാതെ ഞങ്ങൾ കോട്ടച്ചുവരിൽ ചാഞ്ഞിരുന്നു. അപ്പോഴാണ് ഏറെ നടക്കുന്ന ഒരു കാഴ്ച ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത്.
കിളിവാതിൽ പ്രവേശിച്ചപ്പോൾ വൈവിധ്യമാർന്ന ചിത്രപ്പണി കണ്ട് മുന്നോട്ട് നടന്ന ഞങ്ങൾ ഇപ്പോൾ എത്തി നിൽക്കുന്നിടത്തെല്ലാം ഒരേ ചിത്രശൈലി. ഞങ്ങൾ മൂവരും വളരെ അത്ഭുതപ്പെട്ടു. കിളിവാതിൽ തിരിഞ്ഞ് ഞങ്ങൾ വീണ്ടും നടക്കാൻ തുടങ്ങി. ചെന്ന് നിൽക്കുന്നിടം ഒരേ സ്ഥലം തന്നെ. ഒരേ രൂപശില്പങ്ങളും ചായക്കൂട്ടുകളും. ഞങ്ങൾ അകത്തേക്ക് കടന്ന കിളിവാതിൽ അപ്രത്യക്ഷമായിരിക്കുന്നു. അത് തികച്ചും വൃത്താകൃതിയിലുള്ള മരണക്കെണിയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. പേടിച്ചു വിറച്ച ഞങ്ങൾ കോട്ടയ്ക്കകത്ത് കിടന്ന് കരഞ്ഞു കൂവി വിളിച്ചു. ഞങ്ങളുടെ ഞരമ്പുകൾ വലിയാൻ തുടങ്ങി. കാഴ്ചകൾ മങ്ങാനും തൊണ്ടയിടറാനും നാക്കിറങ്ങുന്ന പോലെ അനുഭവപ്പെട്ടു. ഒരു അദൃശ്യ ശക്തിയുടെ വലയത്തിലാണ് ഞങ്ങളെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അങ്ങനെ സ്വയം മരണത്തെ വിളിച്ചു വരുത്തിയ ഞങ്ങൾ രക്ഷയില്ലാതെ ഉറ്റവരെയും ഉടയവരെയും കാണാതെ അഴിച്ചാലും അഴിച്ചാലും അഴിയാത്ത മുറുകുന്ന ഈ യൂരാക്കുടുക്കിൽ, ചെങ്കോട്ടയിലെ ചാത്തന്റെ കുടുക്കിൽ